എൻ്റെ കുട്ടിയെ 24 മണിക്കൂർ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്തെന്നപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് പറയല്. രാവിലെ 8-8:30 ആകുമ്പോഴത്തേന് പണിയും കൂലിയും കഴിഞ്ഞ് പെണ്ണ് റൂമിൻ്റെ ഉള്ളിലാണ്ട് കയറിയുണ്ടായി. പിന്നെ ഇറങ്ങണ വൈകുന്നേരം 4 മണിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്ക് ചോറുന്നാൻ ഞാൻ വിളിക്കണം. റിനുവിനോട് പോലും മുണ്ടൂല. റിനു അങ്ങോട്ട് പോയി മുണ്ടിയാൽ തന്നെ എൻ്റെ നാത്തും മുണ്ടുള്ളൂ. എന്താ ഇപ്പൊ പറയല്? ഓളെ കാട്ടിക്കൂട്ടിലെ കണ്ട കൊമ്പത്തുനിന്ന് കെട്ടിക്കൊടുന്ന മാതിരത്തെ കാട്ടിക്കൂട്ടിലാണ് ചെറിയ. എനിക്ക് അതാണ് പറ്റാത്തത്. അങ്ങനത്തെ കാട്ടിക്കൂട്ടലാണ്. ഇവിടുത്തെ ഇപ്പാക്ക് ഭയങ്കര ജീവനാണേനും. ഇപ്പം കണ്ട് ആദ്യം വിളിക്കുമ്പോഴത്തേന് ഇപ്പാക്ക് കണ്ട് ഇതാവും. ഇപ്പൊ ഇപ്പാക്ക് എൻ്റെ ചായ ഒന്നും പറ്റൂല. ഓള് രാവിലെ ഉണ്ടാക്കുന്ന ചായയെ പറ്റുള്ളൂ. അതെന്താണ്? നേരത്തെ നീച്ച് ഇപ്പൊ പള്ളിക്കൊക്കെ പോകുമ്പോഴത്തേനും ഓള് ചായ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓളെ. ഇല്ല അപ്പൊ ഇമ്മ ഓളോടൊന്നും പറച്ചിലില്ല. ഈ 8 മണിക്ക് തന്നെ അകത്ത് കയറി നിൽക്കുമ്പോൾ ഉമ്മാക്ക് പറഞ്ഞൂടെ ഇതൊന്നും നടക്കൂല ഈ വീട്ടില് എന്നുള്ളത്? ഇത് നല്ല ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാന്? എന്തൊക്കെ ചെറിയ പൈതലാണല്ലോ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കാന് ഇല്ലാന്ന്. അവൾക്ക് തീരെ അറിയില്ല. ഒന്നല്ലെങ്കിൽ 2 കൊല്ലത്തോളം അവള് വേറൊരു പെരയിൽ പോയി നിന്നതല്ലേ. അവിടെ എങ്ങനെ പെരുമാറണ്ടെന്ന് അവർക്ക് അറിഞ്ഞു തന്നെയല്ലേ. അതൊക്കെ തന്നെ ആയിരിക്കും അവിടുന്ന് മേഘാച്ചൊക്കെ ഒഴിവാക്കിയത്. അത് വന്ന് പെട്ടത് നമ്മളെ അഫ്സലിന്റെ തലയിലുമായി. അഫ്സലിലാന്നുണ്ടെങ്കിൽ ഓള് എന്ന് വെച്ചാൽ ജീവനാണ്. അത് അങ്ങനെ ഒരു കഥ. ഞാൻ മന കുറ്റം പറയുള്ളൂ. ഇമ്മ അങ്ങനെ വളം വെച്ചുകൊടുത്തിട്ടാണ് ഓൾക്ക്. നേരത്തെ നീക്കൊണ്ടിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇപ്പാനെ വരെ കൈക്കലാക്കി. അഫ്സലിക്കാനെ കൈക്കലാക്കി. റീനു എന്താ പാടോളിട്ട്? എൻ്റെ അഞ്ചത്തിന്റെ കഥ പിന്നെ പറയാതിരിക്കാ നല്ലത്. ഇജ്ജ് ഇന്നലെ കണ്ടീല്ലേ? വന്നേ മുതൽക്ക് ഇന്നലെ ഇജ്ജ് കണ്ടീല്ലേ? ആദ്യേന്ന് പറഞ്ഞ് നടക്കുന്നത്. ആദ്യെന്ന് പറയുമ്പോൾ എൻ്റെ അഞ്ചത്തിന്റെ ചെറിയ കൂടെ തേനും പാലും ഒലിക്കും. അങ്ങനെയാണ് അത്. അങ്ങനെ ഒരു കഥ. ഞാൻ പറയുക എൻ്റെ അഞ്ചത്തിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ? അത് വേറൊരു സ്വഭാവം. അത് ഞാനൊരു സാധനം. റീനൂനെയും കൈക്കലാക്കി. ഞാരെ ഈ പെരയിൽ കൈക്കലാക്കാനുള്ളത്? നിങ്ങളെയാണ്. കുറെ കഴിഞ്ഞ് നിങ്ങളും കൈക്കലാവും. പിന്നെ ഞാൻ ഈ പെരയിൽ ഒറ്റക്കാവും. തൊള്ള തുറന്ന് വർത്താനം പറയാൻ വെച്ചാഞ്ഞിട്ടാണ്. നിങ്ങൾ ഇന്നോട് ഇങ്ങനെ പറയണ്ടല്ലോ. അത് ഓളോടാണ് പറഞ്ഞാൽ എന്തെങ്ങൾക്ക്? ഇന്നലെ അതേമാതിരിക്ക് വരുന്നതിന് മുന്നേ എന്നോട് പുറത്തൊക്കെ പോട്ടെ എന്ന് വെച്ചങ്ങാണ്ട് വന്നീന്ന്. ഓള അഫ്സലും കൂടി പുറത്ത് പോട്ടെ എന്നല്ലാണ്ട് ഞാൻ ആദ്യം മറ്റേ അറിയാത്ത മട്ടത്തില് ആന്നൊക്കെ പറഞ്ഞാണ്ട് സമ്മതിച്ച്. പിന്നെ പെട്ടെന്ന് ഞാനൊരു അടവാണ്ട് എടുത്ത് ഇജ് വരികയെന്ന് പറഞ്ഞാണ്ടേ അങ്ങനത്തെ ഒരു അടവ് എടുത്തപ്പോൾ പിന്നെ ഓള് പോയില്ല. അങ്ങനെ പോളെ എൻ്റെ ചെക്കൻ്റെ കൂടെ പോകണ്ട. പെരൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 24 മണിക്കൂർ 2 റൂമിൻ്റെ ഉള്ളിലാണ്. ഇല്ലാന്ന് എപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ തന്നെ. അഫ്സൽ ആദ്യത്തെ മാരിക്ക് പുറത്തേക്കും പോക്കില്ല. മറ്റേത് രാവിലെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അങ്ങോട്ട് കയറി വരവുള്ളൂ. ഇപ്പൊ പെരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തന്നെ അവൻ ഇറങ്ങണില്ല. ആടട്ടന്മാർക്ക് എപ്പോഴും റൂമിൽ തന്നെ. ദേഷ്യം വരാതൊക്കെ പടം കാണുമ്പോൾ. അവളെ ഉടായ്പും കൊണ്ടേ ഇൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ അവൾക്കേ ഈ ചെറിയ ആരാന്നുള്ളതേ നല്ലവണ്ണം കാണിച്ചു കൊടുക്കും. അവൾക്ക് ശരിക്കും എന്നെ അറിയില്ല. എന്നാലും വന്നപ്പോഴേ ചായ കുടിക്കും ചോറ് തിന്നോളിന്നൊക്കെ രാത്രിക്ക് ഭയങ്കര വിളിയുന്നല്ല. അപ്പൊ എന്താണ് അവളെ സ്നേഹം? അപ്പൊ ഉള്ളിലിരിപ്പ് ഇതാണ്. അഫ്സൽ എന്നുള്ള ചിന്ത മാത്രമല്ല ഓൾക്കല്ലേ. ഓള് ഇവിടെ വന്നുകൊണ്ട് എല്ലാവരും തമ്മിൽ തെറ്റിപ്പിക്കുക അല്ലേ. കല്യാണം ഉറപ്പിച്ച് കണ്ടപ്പോഴേ എന്നോട് ഓന് പറഞ്ഞില്ലേ ഈ കല്യാണത്തിന് വന്നില്ലേലും കുഴപ്പമില്ലാന്ന്. അപ്പൊ അതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആരില്ലെങ്കിലും ഓനക്ക് ആ പെണ്ണ് മതിയെന്ന്. ആളവിടെ നിന്നിട്ട് റൂമിൽ തന്നെയാണ് അഫ്സലും. അവിടെ അപ്പുറത്തെങ്ങാനും നിന്നുകൊണ്ട് ഫോൺ വിളിച്ചിരുന്നു. ആരോടൊക്കെ പോയോക്ക് അപ്പുറത്തുണ്ടാ. ഞാൻ എന്തായാലും ഒന്ന് പോയോക്കട്ടെ. ഓനോട് 2 വർത്താനം പറയണം. എന്താണെന്നറിയോ? എൻ്റെ മാപ്പിളുണ്ട് പറയണേ. ഓന് ആകെ 2 പ്രാവശ്യമല്ലേ ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചോളൂ. പിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനും കരുതി അളിയനൊന്ന് വിളിച്ചുകൊണ്ട് സോപ്പ് ഇടുന്നുള്ളത്. എവിടെ? ഓനക്ക് ഓള് മാത്രം മതി. എന്തായാലും ഓനോട് 2 വർത്താനം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഞാൻ ഒന്ന് പോയോക്കട്ടെ. ഇജ്ജിപ്പോൾ ആങ്ങളെ കാണാൻ പോയിട്ട് എന്താ ഇപ്പോൾ കഥ? ആങ്ങൾക്കിപ്പോൾ പെങ്ങന്മാരൊന്നും ആവശ്യമില്ല. ആങ്ങൾക്കിപ്പോൾ ആ കെട്ടി കൊടുന്ന പെണ്ണിനെ മാത്രം മതി. ഓനക്ക് പിന്നെ തന്നെ കണ്ണാണില്ല. ഓളെ കല്യാണം മതിയേ, ഓളെ തന്നെ കേൾക്കുള്ളേ, ഓളെ തന്നെ കെട്ടുള്ളേ എന്നെ കണ്ട് ഇന്നോട് തെറ്റി നടന്ന ഓനാ. എന്നിട്ട് പന്നെ കാണുമ്പോൾ എന്തെങ്കിലും മുണ്ടാൻ പോണത്. വെറുതെ അല്ലേ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ കുടുംബം അങ്ങോട്ട് മുച്ചൂട് വരെ മുടിക്കുന്നു. അതേപോലെ മുച്ചൂട് വരെ മുടിക്കാൻ വേണ്ടിയിട്ടും ആങ്ങളെയും പെങ്ങളെയും ഇമ്മാനെ കൊണ്ടൊക്കെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടും പടച്ച് വന്നതാ തോന്നുന്നു ഓളിങ്ങണ്ട്. ഇവിടെ ഉണ്ടാ ഇപ്പേ
പുറത്തൊന്നും പോക്കില്ല എന്ന് പറഞ്ഞിമ്മ. ഞാനിപ്പം വിളിക്കാവേ. എന്റെ ആങ്ങളെ ഇത്ര പെട്ടെന്നേ ഒരു പെൺകോന്തനായി മാറുന്നുള്ളതേ അറിഞ്ഞില്ല. എന്നാലും സ്വന്തം ഉമ്മാനെ കൊണ്ട് വരെ പറയിപ്പിച്ചില്ല മോനെ. മോശം. നീ ഇങ്ങോട്ട് കടക്കില്ല എന്ന് പറഞ്ഞല്ലേ, ഇത്രയും പെട്ടെന്ന് വന്നോ? ഞാനും അതാ കരുതി. ഈയൊക്കെ ഒരാങ്ങളെയാണടാ. ഒരു പെണ്ണിനെ അങ്ങോട്ട് കിട്ടിയപ്പോഴേ സ്വന്തം പെങ്ങന്മാരെ വരെ വാണ്ടാന്ന് വെച്ചില്ലേ. അതും നമ്മളെ സ്റ്റാറ്റസിന് പറ്റിയൊരു പെണ്ണാണെങ്കിൽ വേണ്ടിയിരുന്നില്ല. ഇത് അതുമല്ല. പെങ്ങന്മാരെ എനിക്ക് വേണ്ടാതായിട്ടില്ല. എൻ്റെ റിനു, അവളെ എനിക്ക് എന്നും വേണം. പക്ഷെ നിന്റെ സ്വഭാവം അത് അത്രയ്ക്ക് നല്ലതല്ല. പിന്നെ ആദി, അവളെൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ പെണ്ണാണ്. നിന്റെ സ്റ്റാൻഡേർഡിന് ജീവിക്കാൻ നീ നിന്റെ ഭർത്താവിനോട് പോയി പറ. പിന്നൊരു കാര്യം ഞാൻ പറയാം, നിന്റെ ചീഞ്ഞ സ്വഭാവം വെച്ച് ആദിൻ്റെ മേക്കിട്ടങ്ങി നീ കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ പൊന്നു മോളെ, പെങ്ങളാണെന്ന് ഞാൻ നോക്കൂല, അടിച്ച് നിന്നെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഓളൊരു സ്റ്റാറ്റസ്. പിന്നെ നീ എന്താ പറഞ്ഞേ, ഞാൻ പെൺകോന്തനായിരുന്നില്ലേ? പെൺകോന്തൻ ഞാനല്ല, നിന്റെ ഭർത്താവാ. നീ പറയുന്നതനുസരിച്ച് പാവയെ പോലെ തുള്ളുന്നില്ലേ, അതിനാ പെൺകോന്തെന്ന് പറയാം. എന്തേ ഭർത്താവിനെ പറഞ്ഞപ്പോ പൊള്ളിയോ? എൻ്റെ പൊന്നുമോളെ, ഇവിടെ വന്ന് മര്യാദയ്ക്ക് നിന്ന് പോകാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് നല്ലത്. അല്ലാണ്ട് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് അളിയനൊന്ന് വിളിക്കേണ്ടി വരും കേട്ടോ. ആകെ ആള് മാറിയില്ല. ഇവ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇനിയിപ്പോ കാര്യം എന്ത് പറഞ്ഞാലും എന്റെ മാപ്പിളിന് ഇന്നേ വരെ മോശപ്പെട്ട വർത്താനവും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവളെ കുത്തിത്തിരിപ്പം. അവൾക്കുള്ള കൊടുക്കുന്നുണ്ട് ഞാൻ. ആദി, എന്താ പണി? അൽമാറൊക്കെ റെഡിയാക്കാണ്. ഞാൻ അൽമാറൊക്കെ ഒന്ന് ശരിയാക്കിയെന്ന്. ബായോ. അഫ്സൽ ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ അവനോട് പുറത്തുനിന്ന് കണ്ടിരുന്നു. എവിടേക്കാ പോയി? ഇങ്ങോട്ട് വന്നില്ല? ഇല്ല, വന്നില്ല. ചിലപ്പം പുറത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവും. പിന്നെ ഫുൾ ടൈം കമ്പനിക്കാരെ കൂടെയാണ്. ഇപ്പോഴാണ് അവനെ പെരയിൽ കിട്ടണേ തന്നെ. എൻ്റെ ഭാഗ്യം. എൻ്റെ ഉമ്മാക്കൊക്കെ കാണാൻ പൂതിയാണ് എൻ്റെ മാപ്പിളിനെ. എൻ്റെ ആങ്ങളെ ആകെ മാറി. എന്തായാലും ഇജ്ജ് വന്നേലേ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ഈ പെരയിൽ നടക്കുന്നുണ്ട്. ചെറിയ ഈ എന്തിങ്ങനൊക്കെ പറയണേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇജ്ജിങ്ങനെ ടെൻഷൻ ആവാതെ. ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ വന്നതിനാല് ഈ പെരയിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇമ്മാനോട് വരെ ഇപ്പൊ അഫ്സലിന് വലിയ മൈൻഡ് ഇല്ല. എന്ത് ചെയ്യാനാണ്? അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ രണ്ട് പെങ്ങന്മാരിടയ്ക്കും ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഇടയ്ക്ക് പുതിയ ഒരാൾ വന്നതല്ലേ. അപ്പൊ അതിൻ്റെതായൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഇതിങ്ങനെ സങ്കടപ്പെടാൻ വേണ്ടി പറയല്ലോ ഞാൻ ഓൻ്റെ സ്വഭാവം വെച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴേ ഉമ്മനോട് കുറെ പറഞ്ഞു, പണ്ടത്തെ പോലെ അങ്ങനെ ഉമ്മാനോട് സംസാരമൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇജ്ജ് മാറ്റം വരുത്തിയെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അത് ഞാനൊരു തമാശ രൂപേണ പറഞ്ഞതാണ്. പിന്നെ ആദ്യേ ഞാനേ ചോദിക്കണോണ്ടൊന്നും തോന്നരുത് കേട്ടോ. എൻ്റെ ആദ്യത്തെ കല്യാണേ എന്താ എന്നെ ഒഴിവാക്കിയത്? ഞാൻ ചോദിച്ചതാടോ. ഇജ്ജിങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇനിയിപ്പോ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്തായാലും എൻ്റെ അഫ്സൽ എന്നെ കെട്ടി. ഇനിയിപ്പോ അതിനെപ്പറ്റി ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ വെറുതെ ചോദിച്ചതാണ് അന്നെന്താ ഒഴിവാക്കിയതെന്നുള്ളത്. അല്ല, ഇവിടുത്തെ അയൽവക്കക്കാരൊക്കെ പറഞ്ഞേ ആ ചെക്കൻ നല്ല ചെക്കനേന്നൊക്കെ. പിന്നെ നാട്ടുകാരല്ലേ, നാട്ടുകാരങ്ങനെ പലതും പറയും. അതൊന്നും ഞങ്ങൾ നോക്കണില്ല. അഫ്സൽ എന്തായാലും എന്നെ എവിടുന്നോ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ. ആ കൂട്ടാനോട് പറഞ്ഞിട്ടില്ല അഫ്സൽ എന്നെ എവിടുന്നോ കണ്ടെന്നൊന്നും. അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ. അപ്പൊ ഈ അറിയാത്ത കൊറേ സംഭവം ഉണ്ടാദ്യേ. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഇന്ദു ഇല്ലേ, അതിനറിയില്ല എനിക്ക്? ഇന്ദുവിനറിയാലാ. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാല്ലേ? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടാന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ടാന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എൻ്റെ ഈ അഫ്സലിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ അഫ്സലിനോടൊന്ന് ചോദിച്ചു നോക്കോണ്ടിജി. ഈ അഫ്സലും കൂടെ ഒന്നും മറച്ചു വെക്കാത്ത അത്രയും നല്ല ദമ്പതികളല്ലേ. എന്നിട്ട് ഇപ്പൊ ഇതൊന്നും എന്നോട് അഫ്സൽ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ വിശ്വസിക്കൂല. ഇന്ന് ഈ അറിയാത്തൊരു സംഭവം ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഇന്ദുണ്ടല്ലോ,
ഇന്ദുവേ ഈ അഫ്സലിന്റെ എന്റെ ആങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇന്നും ഇന്നലെയും തരത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല, അവർ ചെറുപ്പകാലം മുതലേ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇന്ദുവിന്റെ വീട് ഞങ്ങളെ വീടിന്റെ അടുത്തായിരുന്നു. പിന്നെ അവൾ അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ്. ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിനല്ലേ ഇന്ദുവിനെ പരിചയപ്പെട്ടത്. പക്ഷേ അഫ്സൽ അവളും കൂടി ചെറുപ്പം മുതലേ ഫ്രണ്ട്ഷിപ്പാണ്. ഈ ഇന്ദു വഴിയാണ് അഫ്സലെ അന്നെ കല്യാണം കഴിച്ചത്. ഇന്ദു ആണ് എൻ്റെ നമ്പർ കൊടുത്തതും എൻ്റെ അമ്മോനോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞതും. അമ്മോനല്ല, ആരാണ്? മൂത്താപ്പ. അതും നിങ്ങളെ സ്വന്തം മൂത്താപ്പല്ലല്ലോ, നിങ്ങളെ എടുത്ത് വളർത്തിയതല്ലേ. ആ എന്ത് ചെയ്യാ, ഇതിൻ്റെ അഫ്സല് നല്ലൊരു കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കുടുങ്ങിപ്പോയില്ല. അല്ല, കുടുങ്ങിപ്പോയിന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അവൻ കെട്ടിപ്പോയില്ല എന്നുള്ളൊരു രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത്. ഇനി അത് തെറ്റായിട്ട് എടുക്കണ്ട കേട്ടോ. ആദ്യം അനക്ക് വിശ്വാസം ഇല്ലാച്ചാലേ എൻ്റെ ഇന്ദുവിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഈ ഇന്ദു വഴി തന്നെയല്ലേ ഈ കല്യാണം റെഡി ആയതെന്ന്. എന്ത് ചെയ്യാനാണ്, അവള് കുഞ്ഞുനാളിലെ നല്ല ഫ്രണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അഫ്സലിനെ ഇങ്ങനെ ഒരു ചതിയിൽ പെടുത്തുന്നേ ഞാൻ വിചാരിച്ചു. ചതിയിലെന്നല്ല കേട്ടോ, നമ്മളിപ്പോ ഒരാങ്ങളല്ലേ, ഞാൻ ഉള്ള കാര്യം പറയാലോ. ആദ്യം ഒരാങ്ങളല്ലേ ഉള്ളൂ, നല്ലൊരു പെൺകുട്ടീന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഈ നല്ല പെൺകുട്ടി അല്ലാന്നല്ല കേട്ടോ പറഞ്ഞത്, അന്നോട് ഉപ്പാകൊക്കെ ഭയങ്കര കാര്യല്ലേ, ഈ നല്ല തന്നെയാണ്. പക്ഷെ ഇതിപ്പോ ഒരാൾ ഉപയോഗിച്ചത് മറ്റൊരാൾ ഉപയോഗിക്കണം മാരിക്കാണല്ലോ. അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടപ്പുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ശരിയാവും, അഫ്സല് ജീവനല്ലേ, അഫ്സലിനെ ഈ കൈക്കലാക്കിയില്ലേ, അതേമാതിരി എല്ലാരും കൈക്കലാക്കിക്കാം. സംസാരം ഇങ്ങനെ കേട്ടോ, അന്നെ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ സംസാരം ഇതിന്റെ ശൈലിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടിച്ച് അഫ്സലിനോട് വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. പിന്നെ അവനത് കാര്യമാക്കൂല, അവനക്ക് അറിയാം എൻ്റെ സംസാര ശൈലി ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാനിങ്ങനെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു ശൈലിയാന്നുള്ളത്. അവനത് അങ്ങനെ തമാശ രൂപത്തിൽ എടുക്കുള്ളൂ. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് തമാശ ആയിട്ടാട്ടോ. ഇനി അത് കാര്യമാക്കണ്ട, പുതിയൊരു ജീവിതം തുടങ്ങിയല്ലേ, നല്ലപോലെ തന്നെ ആവട്ടെ. എന്തായാലും ഇജന്റെ പണി നടക്കട്ടെ. പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ആയോ, നമുക്ക് ഇവിടെയൊക്കെ കുടുംബക്കാരോടൊക്കെ ഒന്ന് പോയാക്കാടോ. ഇമ്മ പറഞ്ഞു 8 മണിക്ക് അകത്ത് കയറിണ്ടെങ്കിൽ പുറത്തിറങ്ങൂല എന്നുള്ളത്. അതൊന്നും അല്ലല്ലോ കേട്ടോ. ഒന്നല്ലെങ്കിൽ എനിക്ക് ആരാൻ്റെ കൂടെ 2-3 കൊല്ലം നിന്നിട്ട് നല്ല ശീലം ഉണ്ടല്ലോ. ഞാൻ അവിടെ ഇങ്ങനെ തന്നെയാണ് നിന്നിരുന്നത്. ആ ചെക്കന് ഇങ്ങനത്തെ സ്വഭാവം കൊണ്ടാണോ അന്നെ ഒഴിവാക്കിയത് ആദ്യം? ഇത് കണ്ണിൽ വെള്ളം നടക്കല്ലടി. ഞാൻ ഒരു തമാശ പറഞ്ഞാലും ഇതൊക്കെ ഒരു തമാശ ആയിട്ട് എടുക്കണ്ടേ. എന്താ ഇങ്ങനെ? എന്തായാലും എൻ്റെ പണി നടക്കട്ടെ. ഞാൻ തീർത്തുണ്ടടി.